വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ? നിങ്ങൾ വന്നത് നന്നായി. അച്ഛനെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ ഇവർ സമ്മതിക്കുന്നില്ല. മക്കള് വഴിമാറ്. ഇതൊരു ജീവന്റെ കാര്യമല്ലേ? ഇയാളെ അഡ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല സാർ. സൂരജ്, ഇദ്ദേഹത്തെ കടത്തിവിടൂ. ഡോക്ടർ, ഇയാള് എനിക്ക് ഗോപാലൻ എത്ര വലിയ ദുഷ്ടനാണെന്നറിയാം. പക്ഷേ നമ്മുടെ ജോലി ജീവൻ രക്ഷിക്കുകയാണ്. നമ്മുടെ മുൻപിൽ വരുന്നത് കൊലയാളിയോ ഭീകരവാദിയോ ആരായാലും ശരി, ജീവൻ നിലനിർത്തുകയാണ് നമ്മുടെ ധർമ്മം. അത് നമ്മൾ ചെയ്തേ പറ്റൂ. ഇയാൾക്ക് നമ്മൾ ചികിത്സ നിഷേധിക്കരുത്. മാറി നിൽക്ക്. വലിയ കാര്യമായിട്ട് ഗോപാലനെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് നാണം കിട്ടും അല്ലേ? അയാൾക്ക് ശരിക്കും അറ്റാക്ക് വന്നതാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ഇങ്ങനെ ഒരു ന്യായം കണ്ടുപിടിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടേ ആളുകളുള്ളൂ. നിയമം അയാളെ ശിക്ഷിക്കുന്ന പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം. നീ എന്ത് ചെയ്യാനുള്ള പരിപാടിയാ? മഹിമേ, മഹിമേ, മഹിമേ പറഞ്ഞിട്ട് പോ. മഞ്ജു, നിനക്ക് മഹിമയുടെ മീതൊരു കണ്ണ് വേണം. പ്രതികാരം മനസ്സിൽ കയറിയ ആളുകൾ എന്തൊക്കെ മണ്ടത്തരം കാണിക്കുന്നു പറയാൻ പറ്റില്ല. അവളുടെ ഭാവി പോയി കഴിഞ്ഞാ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനൊരു മരുമകളെ കിട്ടാൻ വേണ്ടി ഡാഡി കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും പുണ്യം ചെയ്ത് കാണാം. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു വേണ്ട. അദ്ദേഹത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഞാൻ അതുകൊണ്ട് മാത്രമല്ല ടെൻഷൻ അടിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഗോപാൽജി മരിച്ച സഞ്ജുവിന്റെ കാര്യം വളരെ കഷ്ടത്തിലാവും. അതെന്താ? കമ്പനിക്ക് പ്രധാനമായി ലാഭം ഉണ്ടാക്കുന്ന 2 സ്ഥാപനങ്ങളാ ബാറും ഹോട്ടലും. കേസിൽ പെട്ടതുകൊണ്ട് ബാർ അടുത്തൊന്നും തുറക്കാൻ പറ്റുമെന്ന് സഞ്ജുട്ടൻ സ്വപ്നം കാണണ്ട. ഇനി അഥവാ തുറന്നാ തന്നെ പണ്ടത്തെ കച്ചവടമൊന്നും ഇനി ഉണ്ടാവില്ല. ആളുകൾ എന്ത് വിശ്വസിച്ചു കുടിക്കാൻ വരും? ഹോട്ടലിന്റെ മുഴുവൻ നിയന്ത്രണവും ശാലിനിയുടെ കയ്യില. സ്വത്തിന്റെ ഭാഗം വെച്ചു കഴിഞ്ഞാ സഞ്ജുവിന്റെ അവസ്ഥ കഷ്ടമായിരിക്കും. അത് ശരിയാണല്ലോ. എന്ത് വില കൊടുത്തിട്ടും ഗോപാൽജിയെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക. അടിപൊളി. അവിടെ അച്ഛൻ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ മോന് ചിന്ത സ്വത്തിനെ കുറിച്ച് മാത്രം. എന്താ, നിനക്ക് അതിനെ കുറിച്ചുള്ള ചിന്തയൊന്നുമില്ലേ? ഇല്ലെങ്കിൽ നിനക്ക് സ്വത്തിന്റെ പങ്കൊന്നും വേണ്ടെന്ന് എഴുതി തന്നിട്ട് പോ. നീ എങ്ങനെ പറയുമ്പോഴേക്കും വാശി കയറി ഞാൻ ഒപ്പിട്ട് തന്നിട്ട് പോകുന്നു കരുതിയോ? അതിന് ഞാൻ നിന്നെ പോലെ മണ്ടനല്ല. നീ ഞാനും തമ്മിൽ 100 പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇത് നമ്മുടെ കുടുംബത്തെയും അച്ഛനെയും ബാധിക്കുന്ന വിഷയം. ഇവിടെ ഓരോരുത്തർ പറയുന്നത് കേട്ട് നമ്മൾ പരസ്പരം കുറ്റം പറയാൻ നിന്നാ അതിന്റെ ഗുണമുണ്ടാവുക നമ്മുടെ ശത്രുക്കൾക്കാ. അച്ഛൻ ഭേദമായി തിരിച്ചു വരുന്നത് വരെയെങ്കിലും വാശി മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കാൻ നോക്ക്. ഇത് ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാ പറയുന്നത്. ഇവള് പറഞ്ഞത് ശരിയാ. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ദുഃഖിക്കാൻ പോകുന്നത് നീയായിരിക്കും. അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ എന്നെ ഒരു വാക്ക് പോലും പറയാൻ സമ്മതിക്കായിരുന്നത്? സഞ്ജുവേട്ടനെ എന്തു പറയാന്? അവള് പറഞ്ഞതെല്ലാം ശരിയല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾക്കെതിരെ തിരിഞ്ഞിട്ട് എന്താ ഗുണം? ബാറ് സഞ്ജുവേണ്ടി അച്ഛന്റെയും പേരില. കേസ് വന്നാ അവൾക്ക് ഒരു കുഴപ്പമില്ല. എന്നിട്ടും അവള് കൂടെ നിക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിനാ വേണ്ടെന്ന് പറയുന്നേ? അവളുമായി ശത്രുത ഉണ്ടെന്ന് കരുതി എല്ലാ സമയവും ഏറ്റുമുട്ടേണ്ട കാര്യമില്ല. സമയവും സന്ദർഭവും നോക്കണം. മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കണം. ഏറ്റുമുട്ടാനുള്ള അവസരം വരും. അപ്പൊ ഒറ്റയടിക്ക് തീർക്കണം.
ഇതെന്താ എക്യുപ്മെന്റ്സ് എന്താ വർക്ക് ചെയ്യാത്തെ? പവർ സർക്യൂട്ടിന്റെ പ്രശ്നമായിരിക്കും ഡോക്ടർ. ഇന്ന് രാവിലെ മുതൽ ഇലക്ട്രീഷ്യൻ ജനറേറ്ററും പവർ സപ്ലൈയും റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗി ക്രിട്ടിക്കലാണ്. ഈ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇയാൾ നമ്മുടെ കോളേജിലെ ഒരു വിദ്യാർത്ഥി മരിച്ച കേസിലെ പ്രതിയാണ്. ഈ ആശുപത്രിയിൽ വെച്ച് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ എല്ലാവരും കുടുങ്ങും. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാ ഇങ്ങോട്ട്. ഇത്രേ ഉള്ളു ഗോപാല മനുഷ്യന്റെ കാര്യം. എത്ര കാശോ സ്വാധീനവും ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. ഈ അവസ്ഥയിൽ കിടക്കുമ്പോ അതെന്തെങ്കിലും രക്ഷയ്ക്ക് വരുന്നുണ്ടോ? തന്നെ കൊല്ലുന്നതിപ്പോ എനിക്ക് എത്ര എളുപ്പമാണെന്നറിയോ? ഈ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മാത്രം മതി. ആക്ച്വലി തന്റെ ഇപ്പോഴുള്ള അവസ്ഥയില് അടുത്ത 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഒന്നും ചെയ്യാതിരുന്നാ മതി. താൻ തനിയെ മരിക്കും. തന്റെ ഹാർട്ട് നിലയ്ക്കാൻ പോവുക. എന്റെ അച്ഛനോടും ഈ നാട്ടുകാരോടും ഒക്കെ താൻ ചെയ്ത ക്രൂരതകൾക്ക് ഇതോടൊരവസാനം ഉണ്ടാവും. ഇതിങ്ങനെ കാണാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കിക്കോളാം. സർ, ഓക്കെ സർ. ഒന്ന് വേഗം വാ. ഇങ്ങനെ കെയർലെസ് ആയിട്ട് പെരുമാറല്ലേ. ഡോക്ടർ എന്താ പറ്റിയേ? സിസ്റ്റർ എന്താ പറ്റിയേ? ICUയിൽ എന്തോ ഇലക്ട്രിക്കൽ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഗോപാലിന്റെ അടുത്ത് ആരാ ഉള്ളത്? മഹിമയുണ്ട്. സിസ്റ്റർ